കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ യോഗി. അപ്പം അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് തന്നെ പോയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് ഒരു മിനിറ്റ് എഴുന്നേറ്റ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I welcome all of you to this gathering. Today we are celebrating the 20th anniversary of Alvam Sir. ഇന്ന് നമ്മളിങ്ങനെ ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായെന്ന് പറഞ്ഞത് നമ്മുടെ ഈ അൽമം സാർ എന്ന കമ്പനിയുടെ പേരിലാണ് നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത്. ആ കമ്പനി ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആഘോഷിക്കാൻ പറ്റിയത്. അപ്പോൾ നാളെയും ഈ കമ്പനി ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണത്തുള്ളൂ. പിന്നെ എല്ലാം ദൈവ നിശ്ചയം. അപ്പോൾ ഇങ്ങനെ ആഘോഷിക്കുവാൻ 20ാമത്തെ ഈ വാർഷികം നമുക്ക് ആഘോഷിക്കുവാൻ കിട്ടിയത് ആദ്യം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്നതും ഇതിന് മുൻകാലങ്ങളിൽ നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ എല്ലാവരെയും നിങ്ങൾ ഈ മാനേജ് അൽമം സാറിന്റെ പേരിൽ നന്ദിയോടെ നിങ്ങളെ എല്ലാവരെയും സ്മരിക്കുകയാണ്. 20 വർഷത്തിന് മുമ്പ് നമ്മളിത് തുടങ്ങുമ്പോൾ അന്ന് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നിപ്പോൾ നമ്മളോടില്ല ടീച്ചു, റിജോ, പിന്നെ പ്രസ് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ജേക്കബ്, അതുപോലെ ബിനു. ജേക്കബ് നമ്മളോടുണ്ട് അന്നത്തെ സമയത്ത്. ബിനു, സുരേഷ് നമ്മളോടുണ്ടായിരുന്നു. അതുപോലെ അന്നത്തെ നമുക്ക് അൻവർ ഉണ്ടായിരുന്നു, മുസ്തഫ, സിറിൽ, റാം, പിന്നെ അതുപോലെ തന്നെ കരി, പിന്നെ നമുക്ക് അസുറിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഗിരീഷ്, രതീഷ്. ഇപ്പൊ നമ്മള് പഴയ ഫോട്ടോ തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഫോട്ടോയിൽ തന്നെ ഒത്തിരി പേര് ഇതായിട്ടുണ്ട്. അതെ അതെ. പിന്നെ നമ്മുടെ ശിവ, പിന്നെ നീല സെയിൽസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നോബി, പിന്നെ ലിനോ, പറഞ്ഞു. അങ്ങനെ നിരവധി പേരുടെ ഒരു പിൻബലം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ 20 വർഷത്തിനിടയിൽ നമുക്ക് ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ വളരെ തുടക്കത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ പോയി. അത് കഴിഞ്ഞ് 2008 കാലഘട്ടത്തിലാണ് വന്നു, റിസഷൻ വന്നു, അതിനെയും നമ്മൾ ജീവിച്ചു. പിന്നെ കോവിഡ് വന്നു. കോവിഡ് കഴിഞ്ഞ് നമുക്കറിയാം 2 വർഷം നമ്മൾ അതിനെ സർവൈവ് ചെയ്യാൻ തന്നെ ഇപ്പോഴും അത് ആയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞു, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. പിന്നെ ഇപ്പം സത്യത്തിൽ നമ്മുടെ ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വലിയൊരു ഷോക്ക് കൂടെ വന്നിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ റൂൾ 20 പേരിൽ കൂടുതൽ ഉണ്ടാകുവാണെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു അറബിക് സ്റ്റാഫിനെ നമ്മൾ വെക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി അത് വെച്ചു. പക്ഷേ അത് കഴിഞ്ഞ 2024 ഡിസംബർ മുമ്പായിട്ട് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ അതിന് ഒരു ഫൈൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് ഈ സമയത്ത് വലിയ ഹൃദയഭേദമായ ഒരു ഇതായിരുന്നു. സത്യത്തിൽ 96,000 ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അടച്ചത്. ചെറിയൊരു എമൗണ്ട് അല്ല. അപ്പോൾ നമ്മളൊട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. ഈ ബാധ്യത തീരാൻ തന്നെ എനിക്ക് 2 കൊല്ലം ഒരു പോലെ. അപ്പൊ അങ്ങനെയുള്ള സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അപ്സാൻഡ് വോളിബോൾ മാച്ച് കളി പോലെ ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാകും. അപ്പം ഇതെല്ലാം നമ്മുടെ ഭാഗമാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിന് കൂട്ടായി നമുക്ക് ശ്രമിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിനെല്ലാം നമുക്ക് തരണം ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യും. പിന്നെ എല്ലാവരും അനുഗ്രഹങ്ങളാണ് ഇതിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടായി നമുക്കിത് ശ്രമിക്കാം. നിങ്ങൾ ഇതുവരെ ചെയ്തു തന്ന എല്ലാ കാര്യത്തിലും ഹൃദയത്തിന്റെ കാഴ്ചയിൽ ഞങ്ങളെല്ലാം അൽമം സാറിന്റെ നന്ദി. നമുക്ക് എല്ലാവർക്കും നമുക്ക് വളരണം. ഈ കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ വളരാൻ സാധിക്കത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടുഗദർ. അപ്പം തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ട്. ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുണ്ടെങ്കിലേ സ്ഥാപനമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സ്, അവരെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. നമ്മുടെ ഒരു വാക്ക് പോലും അവരുടെ കുഴപ്പം കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാത്ത രീതിയിൽ അവരെ നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം തീർച്ചയായും നമുക്കിതൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്.
പ്രതിസന്ധികൾ വരും, അതൊക്കെ വേറെ നമ്മൾ ആഘോഷിക്കുക. നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളിലും എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും പുതുതായിട്ട് ഇപ്പം നമ്മുടെ എത്തിയിരിക്കുന്ന അതിനുള്ള കുടുംബമുണ്ട്. എല്ലാവരും ഓരോരുത്തരും കുടുംബാംഗങ്ങളെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ ജോഷുവായിക്ക് കഴിഞ്ഞാൽ പോയിട്ട് എസ്പെഷ്യലി കൊറോണ സമയത്ത് നിങ്ങൾ കാണിച്ച ആ സ്നേഹവും നമ്മുടെ ആയിട്ടുള്ള സഹകരണം അതൊരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായത് നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴും നമ്മളത് എത്രയോ കമ്പനികൾ ആ സമയത്ത് പൂട്ടിപ്പോയി. നിങ്ങളുടെ ഒറ്റ സഹകരണം കൊണ്ടാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയത്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് നന്ദി പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ വളർച്ചയുടെ എല്ലാം പിൻബലം നിങ്ങൾ തന്നെ. അതായത് നമുക്കിപ്പം എനിക്ക് റണ്ണിങ് അറിയത്തില്ല, എനിക്ക് കട്ടിങ് അറിയത്തില്ല, പക്ഷെ നിങ്ങളെല്ലാവരുടെയും കൂടെ എൻ്റെ പേര് മഹറൂഫ്. മംസാ ബസ്സിലെ പ്രൊഫഷനെ നോക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയുള്ളത്. എൻ്റെ വീട് പാലക്കാട് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടില് വൈഫ്, ഒരു കുട്ടി, 3 വയസ്സായി കുട്ടിക്ക്. വീട്ടിൽ അച്ഛനാകുന്നതുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പിയാണ്. ഈ മംസാർ ഫാമിലിയിൽ വന്ന് ചേരാൻ പറ്റിയത് നല്ലൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. ഇവരോടൊപ്പം തുടർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോട്ടെ. ഷാനി എന്റെ പേര് ഷാനി. നാട്ടില് മലപ്പുറം ചങ്ങരോളം പറഞ്ഞ സ്ഥലത്താണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല. കുട്ടികളുണ്ടാ? 9 മാസം. വീട്ടില് അച്ഛൻ, അനിയത്തി, ചേച്ചി. അമ്മ 2 വർഷം മുമ്പ് മരിച്ചു. മുഹമ്മദ് ഷാബിൽ. ഇപ്പോൾ മംസാറിൽ 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൈൻസ് കോർഡിനേറ്ററായിട്ട്. എൻ്റെ വീട് നിലമ്പൂർ കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിൽ. ഇല്ല, വിവാഹിതനല്ല. വീട്ടില് ഉമ്മയും അനിയത്തിയും അനിയനും മാത്രമേ ഉള്ളൂ. ഫാദർ സൗദിയിലാണ്. പിന്നെന്താ என் பேர் கிருஷ்ணகுமார். நான் தமிழ்நாட்டில் வரேன். தென்காசி. ஒரு ஒய்ஃபு, ஒரு பொண்ணு. ഒരു കുട്ടിക്ക് 1 വർഷമാണ്. Now 10 months finished. Now Suzuki Santa Fernando. Okay, welcome.
തമിഴ് My name is Anna. No. I'm studying in third standard. Okay, good. ജിനീഷ് ഞാൻ കോഴിക്കോട് കേരളത്തിലാണ് കല്യാണം കഴിച്ചു ഒരാളെ രക്ഷപ്പെട്ടു ഒരു മോനുണ്ട് പിന്നെ സംസ്ഥാനത്ത് ഞാൻ 6 വർഷമായിട്ട് വർക്ക് ചെയ്യും സന്തോഷത്തോടെ പോകുന്നു എല്ലാവരും സപ്പോർട്ടും കമ്പനിയുടെ ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കും വൈഫിന്റെ പേര്? ഇതിന്റെ വൈഫ് റിഞ്ചു. Okay. ഹലോ എൻ്റെ പേര് റിജു ജിതീഷിൻ്റെ വൈഫാണ് Okay, welcome. പേര് അൻവർ. നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതെന്റെ ഫാമിലി, ഇതെന്റെ വൈഫ് പേര് റംഷി, ഇത് നമ്മുടെ ഏക സമ്പാദ്യം പേര് ഡിസാന, അവളിപ്പോൾ 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുകയാണ്. പിന്നെ മാർക്കൊക്കെ വളരെ ഹൈ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, വലിയ സന്തോഷം. പിന്നെ ഞങ്ങളൊരു കൂട്ടു ഫാമിലിയാണ്. കൂട്ടു ഫാമിലി മീൻസ് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയും അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠനും വൈഫും പിന്നെ ഉമ്മ ജീവിച്ചിരിപ്പ്, അങ്ങനെ ഇത്ര പാപ്പ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി സാറമ്മ സമീപിച്ചപ്പോൾ അവരെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ കൊണ്ടുവരാൻ ഒരു ഉത്സാഹം തന്നു, ഒരു എൻകറേജ്മെന്റ് തന്നതോടുകൂടി പിന്നെ നോക്കില്ല. അടുത്ത ആഴ്ചത്തേക്ക് ടിക്കറ്റ് ഇവരെ കൊണ്ടുവരുന്നു. ഇന്ന് ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റുന്നു, വലിയ സന്തോഷം. എൻ്റെ പേര് റംഷി. എന്നെ അറിയാലോ. Okay, welcome to Namdar family. Shana, very good. Full vacation ആയിരിക്കും. Okay, enjoy. ഞങ്ങൾ മലപ്പുറം ജില്ലയാണ്, എടപ്പാളിലാണ്. ഞങ്ങളുടെ അയൽവാസിയാണ് ഇപ്പൊ ഇരിക്കുന്നത് കാലില്. അപ്പൊ അങ്ങനെ പോകുന്നു, സന്തോഷം. ഹലോ, ഞാൻ എല്ലാവരും എന്നെ അറിയാം. ഇത് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ റംസാനിലെ 10 വർഷം കഴിഞ്ഞു. പിന്നെ എന്റെ വൈഫ്, പിന്നെ 2 കുട്ടികള്. ഇപ്പൊ 3 വർഷമായിട്ട് വൈഫ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. ഇപ്പൊ 3 മാസമായിട്ട് ലീവ് എടുത്തു. ഇപ്പൊ 3 മക്കൾ ഞങ്ങള് വേറെ വീട്ടിലാക്കുന്നത് അവരെ ആക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അമ്മ വന്നിരുന്നു അവളെ അമ്മ നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ അസുഖമായിട്ട് പെട്ടെന്ന് തിരിച്ചു. അപ്പൊ മോനെ കൊടുത്ത് അവനെ introduce ചെയ്ത്. എന്റെ പേര് പറഞ്ഞാൽ മതി. ബ്രദറിന്റെ പേര് പറ. Fazil. മലയാളത്തിൽ പറഞ്ഞാൽ Okay. Studying in 4th grade. Okay. And who is this? Who is this? ഇതിന്റെ പേര് പറയും. Who is that? My brother. Yes, that. Your brother. Yes. How old is he? One. One and a half. Okay. Nice. പാട്ടാൻ പാടിയത്. പാട്ട് പാടിയത്. ഞാൻ ഇതിൻ്റെ വൈഫാണ്. അതുപോലെ തന്നെ പിന്നെ ഈ കമ്പനിയുടെ ഏറ്റവും എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലേഡി സ്റ്റാഫ് ഇല്ല. ഇപ്പൊ മനസ്സിലായി ടീച്ചറാണുള്ളത്. അപ്പം ഇവിടെ പ്രായപൂർത്തിയായവരുടെ കൂട്ടത്തില് ഞാന് പിന്നെ ജേക്കബ് പറയും 18 വർഷമായിട്ട് സംസാറിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞു. എല്ലാം മുന്നോട്ട് തന്നെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി തുടർന്നും സപ്പോർട്ട് ഉണ്ടാവും. കൂടെ നിൽക്കുന്നവരെ ആരും അവര് ഒരിക്കലും കൈവിടില്ല. താങ്ക് യു. ഗോപകുമാറിന്റെ വൈഫ്. Most welcome. ടീച്ചറായിട്ട്. Hi everyone. എൻ്റെ പേര് ഷാനി. ഞാൻ 7th standard. Thank you.
പരിപാടിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. വി വാണ്ട് ടു സീ യുവർ ടാലന്റ്. ആൻഡ് നമ്മുടെ സീനിയർ മോസ്റ്റ് മെമ്പർ ഇപ്പോൾ എക്സിസ്റ്റിംഗിലുള്ളത് മിസ്റ്റർ ജേക്കബ്. ഈ കുമാർ പറഞ്ഞ പോലെ ഞാൻ വന്നിട്ട് 18 വർഷം കഴിഞ്ഞു. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് ഞാൻ 2 മാസം 1.5 മാസമേ നാട്ടിൽ പോയിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം 6 മാസം വെച്ച് പോയിരുന്നു. പിന്നെ നാട് പുനലൂരാണ്, കൊല്ലം ജില്ലയില്. പിന്നെ ഒരു മോനുണ്ട്, മോളുണ്ട്. മോനെ നേഴ്സിംഗിന് പഠിക്കുന്ന 2ാം വർഷമാണ്. മോള് +2 കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്നു. റിസൾട്ട് അറിയത്തില്ല, എന്നാലും അങ്ങനെയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് രണ്ടുപേരും എനിക്ക് തരുന്നുണ്ട്. സന്തോഷം. ഓക്കെ. എത്ര വിസ